തീർച്ചയായും. ഇപ്പം സിനിമാ രംഗത്തെ ഈ കോൾ ഷീറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വേതന വ്യവസ്ഥയൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ലൈറ്റ് ബോയ്സ്, ആർട്ട് അസിസ്റ്റൻസ്, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ലൈറ്റ് ബോയ്സ്, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, ഈ ആർട്ട് അസിസ്റ്റൻസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. ഫുഡിന്റെ മേഖല, ഫുഡ് പ്രൊഡക്ഷൻ ടീം, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ അവരുടെ ശമ്പളം മാത്രം ഇങ്ങനെ വലുതായിട്ട് ഉയരുന്നതാണ്. അല്ല, ഇപ്പൊ അവർക്കൊക്കെ ന്യായമായിട്ടുള്ള ശമ്പളമാണ്. ഇപ്പൊ നമ്മള് വെഫ്ക നിലവിൽ വന്നതിന് ശേഷം ഇവർക്കെല്ലാം ന്യായമായിട്ടുള്ള ശമ്പളമാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും ശമ്പള വർധനവ് നടത്താറുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എല്ലാവരും ശമ്പളത്തിന്റെ കാര്യത്തിൽ ഹാപ്പിയാണ്. ശരി, യൂണിറ്റ് ബോയ്സും ട്രെയിൻ ബോയ്സും ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഏകീകൃതമായിട്ടുള്ള ഇതാണ് ബാറ്റ സിസ്റ്റമാണ്. അഡീഷണൽ ആയിട്ട് ഓവർ ടൈം പോകുമ്പോഴത്തേക്ക് ആ ബാറ്റ് കിട്ടും, ആ ഇരട്ടി കിട്ടും. പക്ഷേ ഈ പ്രൊഡക്ഷൻ ബോയ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏർലി മോർണിംഗ് ഒരു 3 മണിക്ക് 4 മണിക്ക് എണ്ണീറ്റ് ചായ ഇട്ട് ഓരോ കഥകളിൽ പോയി മുട്ടി അവര് ആഹാരങ്ങൾ കൊടുത്തു. വൈകുന്നേരങ്ങളിൽ അവൻ എല്ലാവരും കഴിച്ച പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് ഉറങ്ങുമ്പോൾ അവന് കിട്ടുന്നത് ചിലപ്പോൾ 2-3 മണിക്കൂർ മാത്രമാണ് ഉറങ്ങാൻ കിട്ടുന്നത്. അതെ, അവർക്കും അതനുസരിച്ചുള്ള വേതന വർധന ഇപ്പൊ ഉണ്ട്. ഇപ്പൊ രാവിലെ 3-4 മണിക്ക് എഴുന്നേറ്റ് അവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 4 മണിക്ക് എഴുന്നേറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് അതിനുള്ള ബാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പൊ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പൊ അതൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഇപ്പത്തെ എല്ലാ ആൾക്കാരും ഉണ്ട്. ഇപ്പത്തെ എല്ലാ ആൾക്കാരും ഹാപ്പിയാണ്. ഇപ്പൊ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഹാപ്പിയാണ്. പിന്നെ ഇപ്പൊ ഈ ശമ്പളത്തിന്റെ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് പറയുന്നത് ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊന്നും ഒരു കൃത്യമായ ഫിക്സഡ് റേറ്റ് ഒന്നും ഇല്ല. അത് ഓരോ ഡയറക്ടേഴ്സ് അവർ വെക്കുന്ന. അതെ 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 അതെ.